എന്തായാലും അങ്ങനെ കാണിച്ചു കേട്ടോ. എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പണ്ടത്തെ ഒരു വില്ലേജ് ആണത്. ഇതിപ്പം ചെയ്തായിരിക്കും കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ മണ്ണ് കൊണ്ട് തേമ്പി ആയിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒന്നിൻ്റെ അകത്തേക്ക് പോയി നോക്കട്ടോ. എൻ്റെ മോനെ നമുക്ക് നിങ്ങൾ ബാക്കോട്ടുള്ളതാട്ടോ ശരിക്കും ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നിനും മേൽക്കൂരല്ല, എല്ലാം കല്ല് വെച്ച് ഇങ്ങനെ പണ്ടത്തെ അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ അതിൻ്റെ പുറത്തൊന്നുമില്ല. നോക്കി ഇവർ ജനവാദനം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത്. അവരെ കൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടോ. ബൈ ബൈ. കൊള്ളാം, അവർക്ക് ഇങ്ങനെങ്കിലും പണിയെടുക്കട്ടെ. പശു കയറി നരകിയിട്ടുണ്ടല്ലോ ഇതിലൊക്കെ. ഇതൊക്കെ പണ്ട് തന്നെ ആയിരിക്കട്ടെ ചിലപ്പം, ചാണകമൊക്കെ തേമ്പി വെച്ചിട്ടുള്ളത്. കാരണം അതിനിവിടെ ഒരു കുറവും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പണ്ടേ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷെ എന്തായാലും ഒരു ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. ഇവിടെ ആ ഫോറിനേഴ്സ് കൂടി ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് അത് കാണുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചേക്ക് എൻ്റെ മോനെ. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തത് ഒരു അമ്പലം. അങ്ങോട്ട് കുറേ ഉണ്ട് കാണാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നും പറയാം. പക്ഷെ ഇത് സ്കിപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടെന്നും പറയാം. അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. പണ്ട് കാലത്ത് അവരിതൊക്കെ മെനക്കെട്ട് ഉണ്ടാക്കി സെറ്റാക്കി വെച്ച് പെട്ടെന്നൊരു ദിവസമായിട്ട് ഇവിടെ മൊത്തം ലീവ് ചെയ്ത് പോകുന്ന പറയുമ്പോൾ അവസ്ഥ നോക്കി. വലിയൊരു വില്ലേജ് ആട്ടോ. നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നു പോകണ്ടേ. പോയി നോക്കാം. എന്തായാലും ഒരു ബോർഡ് ഉണ്ട്, നമുക്ക് ആ ബോർഡിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. എന്നാൽ പ്രോപ്പറായിട്ടൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഫോക്കോർ, കുൽദാര വാസ് ആൻ ആൻഷ്യൻറ്റ് വില്ലേജ് ഓഫ് ദ പലിവാൽ ബ്രാഹ്മിൻസ് ഹൂ മൈഗ്രേറ്റഡ് ഫ്രം റീജിയൻ ഓഫ് പാലി. ഇവിടുത്തെ വേറൊരു ഇതാട്ടോ, ഡിസ്ട്രിക്റ്റാണ്. ദ ബിൽഡ് 84 villages around കുൽദാര ബട്ട് ഹാഡ് ടു അബൻഡൻ ദ വില്ലേജ് ഓൾമോസ്റ്റ് ഓവർ നൈറ്റ്, attributed to various causes ranging from persecution by Salim Singh, a powerful minister of Jaisalmer state, and to drought and earthquake. The village remained abandoned since the early 19th century. സാലിം സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ജയ്സൽമീരത്തെ ഒരു പവർഫുൾ മിനിസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊരു നൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. വരൾച്ചയും അതുപോലെ തന്നെ എർത്തുകോയ്ക്കും കാരണം തോന്നുന്നു. അതായത് ജയ്സൽമീറിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിസം തന്നെയാണ്. ടൂറിസത്തിന് മുകളിലാണ് ഇവർ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില രീതിയിലുള്ള ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ വരുന്നുണ്ട്. ഏതിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഡെസേർട്ട് സഫാരി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യമാണ്, പറ്റിക്കപ്പെടുന്നുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ അതല്ലാതെ നമ്മൾ ഓവറോൾ ഇവിടുത്തെ ആൾക്കാരെയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ കേട്ടോ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലേ എന്താ സീനില്ലേ. ഒറ്റക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പേടിയാവട്ടോ. അതുപോലെ വൈകുന്നേരം സമയമൊക്കെ ആണെങ്കിൽ. ഇവിടുത്തെ ഒരു ഹോട്ടലാട്ടത്, ഹോട്ടൽ ജയ്സൽ കോട്ട്. എന്താ മോനെ എമ്മാതിരി സെറ്റപ്പ്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, വൻ പൊളി സാധനം. പോകുന്ന റൂട്ടില് വമ്പൻ ഹോട്ടലുകളുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഹോട്ടലുകൾ. ലെഫ്റ്റ് സൈഡിൽ ഹോട്ടലുകൾ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും റോഡിന്റെ വർക്കും എല്ലാത്തിനും വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇതാണിപ്പോൾ ഓഫ് സീസൺ. ഈ സമയത്ത് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പച്ചപ്പുള്ളത് കാരണത്താൽ. കാല് റോഡിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പറത്തിച്ച് പോവാണ്. ഇപ്പോൾ പറത്തിച്ച് പോവാന്ന് പറഞ്ഞാൽ 40. നമുക്ക് ഇതിലും നല്ല സ്ഥലം ഇനി കുക്ക് ചെയ്യാൻ കിട്ടൂല. ഒട്ടക്കഥ കാറ്റാട്ടോ.
പക്ഷെ എന്തായാലും പറഞ്ഞതല്ല, നമുക്ക് കുക്ക് തന്നെ വേണം, വിശന്ന് ചെയ്യാം. വേറെ ഇവിടെ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും തുറന്നിട്ടില്ല. കുക്ക് ചെയ്യുന്നതല്ലാതെ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. ആദ്യം എൻ്റെ വിശപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ മാങ്ങ കഴിക്കട്ടെ കേട്ടോ. അവിടെ നമ്മൾ കക്കരിക്കും മാങ്ങയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു മാങ്ങ നോക്കി നമുക്ക് കഴിക്കാം. പക്ഷേ ഇത് മൊത്തം കഴിക്കാന്ന് കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് പോവല്ലോ. അപ്പം അങ്ങനെയാണെങ്കിലേ ആ പ്ലാൻ ക്യാൻസൽ ചെയ്യാം. ചൂടുണ്ടാക്കുന്ന നേരം ചോറ് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടേബിൾ പുറത്തിറക്കി വെജിറ്റബിൾസ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് വാഷ് ചെയ്യണം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വേണം ചെത്താൻ ചോറാൻ പോയിക്കും. നല്ല വിശക്കുന്നു കേട്ടോ. പക്ഷേ ചെയർ വീണല്ലോ. ബസ്സൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്ക്. 2 കുപ്പി വെള്ളം എടുക്കല്ലേ. ചോറ് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് അവിടെ ഉള്ളിയും ഉരുളയും തക്കാളി ഇട്ടിട്ട് കുറച്ച് മസാല ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുക. പിന്നെ നമുക്ക് വെണ്ടക്ക പൊരിക്കും ചെയ്യാം. കറി ആയിട്ടോ, നല്ല അടിപൊളിയായി കറിയായി. ചിക്കൻ മസാല ഞാട്ടിനേക്ക് നമ്മുടെ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. അതേസമയം വെണ്ടക്ക ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്തായാലും കുറച്ച് ടൈം എടുക്കും. ചോറും ആയിട്ടോ. ഇനിയിപ്പം നേരെ അതായി കഴിഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ്. നല്ല വിശക്കുന്നുണ്ട്. കാരണം സമയം 5 മണി ഏകദേശം ആവാനായി. 7:45 നമ്മളിവിടെ സൺസെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. 5 മണി ആയി കഴിഞ്ഞാലും വലിയ പ്രശ്നമല്ല. എന്നാലും കുറേ ടൈം നമുക്ക് കറങ്ങാണ്ട്. അടിപൊളി ചോറുമായി വെണ്ടക്ക ഫ്രൈയും അതുപോലെ തന്നെ ഉണക്കലും കറിയും. പിന്നെന്താ അതന്നെ. ചമ്മി ക്ഷീണിച്ചിട്ടോ, വിശന്നിട്ട് ക്ഷീണിച്ചു. പെട്ടെന്ന് ഇനി കഴിക്കുക എന്നുള്ള മാത്രമേ പ്ലാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ റെസ്റ്റ് ഒന്ന് എടുത്ത് ആ ക്ഷീണമൊക്കെ മാറി ഇതാ വണ്ടി എടുത്ത് ഇറങ്ങിട്ടോ. ഏകദേശം 6 മണി ആവാനായി അല്ലേ. സൂര്യൻ ആ സൈഡിലാണ് ഉള്ളത്. അപ്പം ഇനി കുറച്ചുകൂടി നമുക്ക് പോകാണ്ട്, 1.5 മണിക്കൂർ ഓടിക്കാണ്ട്. എന്നിട്ട് നമുക്കിന്ന് സാമ ഡെസേർട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ നോക്കാം. ആ മുമ്പിൽ പോകുന്ന ബൈക്ക് പോകുന്ന ആളെ എന്നെ പിടിച്ച് നിർത്തിയിട്ടോ. 800 രൂപയ്ക്ക് രാത്രി ഡിന്നറും ടെൻ്റ് അടക്കം ഡെസേർട്ടിൽ സ്റ്റേ തരാം, ക്യാമ്പ് ചെയ്യാം, പിന്നെ ഡാൻസ്, അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതെല്ലാം അടക്കം 800 രൂപ. അങ്ങോട്ട് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ മരുഭൂമിയാണ്. അപ്പം ഇവിടെ തന്നെ എന്താ പറയുക, കുറേ ക്യാമ്പുകളുണ്ട്. അതായത് റിസോർട്ടും ക്യാമ്പുമായിട്ട് കണ്ടമാനുണ്ട്. ഞാനങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. റോഡ് സൈഡ് മൊത്തം അതിൻ്റെ ബോർഡുമാണ്. പക്ഷെ ഇപ്പം കുറച്ച് ആൾ കുറവാണ് എല്ലാത്തിലും. എന്നാലും ഇവിടെയൊക്കെ വണ്ടി ഉണ്ട് പിന്നെ. അങ്ങോട്ടൊക്കെ അകത്തേക്കൊക്കെ തന്നെ കേട്ടോ. എന്നെ മറ്റേ ചേട്ടൻ വിട്ടില്ല, മൂപ്പരെപ്പോഴും മുമ്പ് പോകുന്നുണ്ട്. പ്രോപ്പർ മരുഭൂമി തുടങ്ങി. തുടങ്ങിയല്ലോ. ഒന്നും പറയാലട്ടോ. നമ്മളൊന്നും ഒരു ക്യാമ്പിൽ താമസിക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ മരുഭൂമിൻ്റെ എവിടെയെങ്കിലും സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ ടെൻ്റ് അടിക്കും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ വൈബ്. നോക്കി ഇങ്ങോട്ട് സൈഡിലേക്ക് മൊത്തം മരുഭൂമി, പ്രോപ്പർ മരുഭൂമി. അങ്ങനെ നമ്മൾ ഇതാ താർ ഡെസേർട്ടിലായിട്ടുള്ളത്. ഡെസേർട്ടിൻ്റെ വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയാം ഈ ഹൈവേൻ്റെ സൈഡിൽ. ഇവരൊക്കെ നമുക്ക് റൂം വേണോ, ചായ വേണോ, ഫുഡാണോ എന്ന് ചോദിച്ചതാണ്. മൂപ്പര് നവാബേനാ അപ്പനാ. അപ്പം കൊള്ളാട്ടോ. അപ്പം ഇനി അങ്ങോട്ട് വണ്ടി എടുത്ത് പോകണമെങ്കിൽ കാറ്റൊക്കെ കുറക്കണം. ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും പണിയാണ്. ഇവർ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞാൽ ആവേശമാക്കേണ്ടത് തന്നെ. കാരണം അത് മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 2-3 റുപ്യ കൊടുക്കേണ്ടി വരും അവർക്ക്. നമ്മളെ കാട്ടത് വണ്ടി ഡെസേർട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കാറ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ചേട്ടനാണ് ഹെൽപ്പ്. ഭായി ആപ്കാ നാം ക്യാ? മട്ടാൻ ഖാൻ. കൊള്ളാം. എന്തായാലും അവർ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് കുടുങ്ങി കഴിഞ്ഞാൽ ഇവരെന്തായാലും ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. കുറച്ച് പൈസ പോകുന്നുള്ളതാണ്. ഞങ്ങൾ വണ്ടിയും കൊണ്ട് ഡെസേർട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്റെ മോനെ നമ്മൾ ഡെസേർട്ടിലൂടെയാണ്
നമ്മളെ ചങ്കിനെ കൊണ്ട് പോകുന്നത്. യെസ് 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 യെസ്. फास्ट 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 स्लो इधर से यूं घुमाएगा इधर इधर ऊपर ऊपर जाना इधर घुमाओ ऊपर 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 ये कहां पे वापस घुमाओ यहां बड़ी मार ये गाइस ഒരു രക്ഷ എന്താ മോനെ കപ്പ ऊपर ऊपर जाने बड़े जाओ जाओ कहीं स्लो नहीं फास्ट फास्ट ऊपर जाने दो ऊपर हां जाएगा 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 नो प्रॉब्लम जाने दो एक्सीलेटर दो एक्सीलेटर बस 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 डोंट डू इट लाइक दिस वीडियो बनाना है आपका हां वीडियो बनाना उसको भाई स्लो 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 ചെറുതായിട്ട് തുടങ്ങി. അപ്പൊ മൂപ്പര് എടുക്കാൻ വണ്ടി. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി കുടുങ്ങി. ഇതാ ഇവരെ ഹെൽപ്പോടെ നമ്മൾ വലിക്കാനുള്ള പരിപാടിയാണ്. അതും കുടുങ്ങിയോ? അങ്ങനെ നമ്മൾ ടോക്കനും ഇതുവരെ ഒരു ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. അതും ഇന്നൊരു ആവശ്യം വന്ന്. അപ്പൊ എന്തായാലും ഇത് വെച്ചിട്ട് വലിക്കുകയാണ് ഇനി. അപ്പം അതിന് നമ്മൾ ഹുക്ക് കൊടുക്കുകയാണ്. भैया वीडियो खींचना कर सकता है ना कैमरा इधर ऑन है अभी ठीक है अभी दोनों साइड में दिखा हुआ आप अंदर बैठ रहे हो गाड़ी खड़े ये आपने पैसे नहीं घूंगा आप एक नंबर मिले बोले के एक नंबर में गाड़ी स्टार्ट कर एक नंबर में स्टार्ट करो थोड़ी सी घींच लिया गाड़ी घींच ली क्या അങ്ങനെ ട്രാക്ടർ വന്നിട്ടോ നമ്മളെ കൊണ്ടുപോകാൻ വേറെ ഓപ്ഷനില്ല. നമ്മള് വണ്ടി കുടുങ്ങിയ സ്ഥലമാട്ടത്. ഇവിടെ ട്രാക്ടർ വന്നിട്ട് അല്ല കാളൂട്ടി നടത്തിയ പോലെ ആയിക്കണേ. ഇത് നോക്കി നിങ്ങൾ ഫുൾ സീനായി. ലാസ്റ്റ് ഇതാ വണ്ടി എടുത്തിട്ടോ. എത്ര ആൾക്കാരെ വന്ന് നോക്കി നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടിക്ക്. ഇവിടുത്തെ ആൾക്കാർ മൊത്തം വന്നിട്ടോ കേട്ടോ. ഫുൾ ടീം അവിടെ ഇത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. ഇവർ ഒരു മണിക്കൂറിലേറെ കഷ്ടപ്പെട്ടിട്ടാണ് ലാസ്റ്റ് വണ്ടി പുറത്തേക്ക് എടുത്തത്. സീനൊന്നുമില്ല, ആളോക്കെയാണ്. ഇനി എന്തായാലും ബാക്കി വരുന്നിടത്ത് കാണാന്ന് പറഞ്ഞ ലെവലിലാണ് എടുത്തു പോകുന്നത്. അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്തു. ₹1 ചോദിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് അവർ നല്ലൊരു എമൗണ്ട് ചോദിക്കും എന്നുള്ളത്. കാരണം അവർ ആദ്യം ഇനീഷ്യലി എന്നോട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്കിങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞപ്പം കുറച്ചൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് ഇതിവിടെ കുടുങ്ങിപ്പോയത്.
അപ്പോൾ കുടുങ്ങിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചാണ് നല്ലൊരു എമൗണ്ട് വാങ്ങാൻ. കാരണം അവർ കുറേ നേരം മണ്ണെടുത്ത് നോക്കി, ഡ്രൈവേഴ്സ് മാറി മാറി ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. അതിന് ശേഷം 4x4 അവിടെ ഡിസ്റ്റൻസ് പോയി കൊണ്ടുവന്ന് എന്നിട്ട് നടന്നില്ല. പിന്നെ അതിൻ്റെ ശേഷം എന്ത് പറയാം, പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ നടന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ടർ കൊണ്ടുവന്ന് ഒരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്ത് മണ്ണൊക്കെ നീക്കി എല്ലാവരോടും ഉന്തപ്പളായിട്ടൊക്കെ കിട്ടിയത്. ഞാൻ വണ്ടി മറിയുന്ന മേടിച്ചിട്ടുണ്ടായിരുന്നു. സീനൊന്നുമില്ല, ആൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാറ്റ് കുറക്കണമായിരുന്നു. അത് മാത്രമല്ല ഫുൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് വേണം കയറ്റണമെങ്കിൽ. അത് നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇരിക്കും. പിന്നെ അവിടുന്ന് പിന്നെ നമുക്ക് ബാക്കോട്ട് ട്രൈ ചെയ്യാനോ ഫ്രണ്ടോട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വണ്ടി പൂള ചെയ്യാം. ഒക്കത്തിനൊരു ഓരോ ടെറൈനിൽ ഓടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇത് വേണം കേട്ടോ. അത് മനസ്സിലായ ഒരു കാര്യമാണ് ഈ മരുഭൂമിയിൽ ഓടിച്ചു തുടങ്ങിയപ്പോൾ. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഇവിടെതാ ചന്ദ്രൻ, ചുറ്റിനും നമുക്ക് ഇതാട്ടോ മരുഭൂമി. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഇവിടെ രാത്രി വൻ വൈബനെ, ഒന്നും പറയാല്ല. അവിടെയാണ് നമുക്ക് ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല ഇപ്പുറത്തേക്കുണ്ടല്ലോ, ഇപ്പുറത്തും റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അത് ഇതാ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം 12 മണിയായി. മുകളിലൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. കുറേ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അടിപൊളിയായിട്ടുള്ള. ചുറ്റിനും മരുഭൂമി. ഇവിടെ നമ്മുടെ ചങ്കും നമ്മൾ മുകളിലിതാ ഇന്ന് സ്കൈ കണ്ട് ഈ ചന്ദ്രനെയൊക്കെ കണ്ടിട്ടാണ് കിടക്കുന്നത്. സുന്ദരമായിട്ട് മുകളിൽ നമുക്ക് കിടക്കാം. വണ്ടിയൊക്കെ കംപ്ലീറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ലാഡറും കാര്യങ്ങളൊന്നും എടുക്കേണ്ട നമുക്ക് ആവശ്യമില്ല. കാരണം ഈ ടെൻറ്റിന് ഓപ്പണിങ് ഈ ഭാഗത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റെപ്പും കൂടെ കയറി ടയറുമ്പോൾ കയറി അകത്ത് പോയി കിടക്കാൻ പറ്റും. എന്തായാലും കൊള്ളാട്ടോ. ഇത് വേറെ തന്നെ എക്സ്പീരിയൻസാണ് നമ്മൾ ഈ ട്രിപ്പിലുള്ള. കാരണം ഇതുവരേക്കും നമ്മൾ ട്രിപ്പിൽ ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ ചെയ്തിട്ടില്ല. അതായത് ഡെസേർട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടില്ല. അത് ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. കാരണം നമ്മൾ ജയ്സൽമീർ എത്തിയപ്പോഴാണല്ലോ ഡെസേർട്ട് കാണുന്നതല്ലേ. എന്തായാലും ഞാൻ പോയി കിടക്കട്ടിനി. കണ്ടില്ലേ, നമ്മൾ ടെൻറ്റിനകത്തേക്ക് കയറി കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടോ. ബെഡ് ഇതാ, ബ്ലാങ്കറ്റ് ഇതാ, അതുപോലെ തന്നെ തലേണിതാ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയതും ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഓടിക്കാൻ പറ്റുന്നതും വണ്ടി ലോക്കായി കുടുങ്ങിയതിൻ്റെ ശേഷം പിന്നെ അത് കിട്ടിയതും പിന്നെ ഇവിടെ നൈറ്റ് സ്റ്റേ ആയിരുന്നതും, അത് മൂന്നും വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നേരെ ഇനി കിടക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതായിരിക്കും. ബൈ ഗൈസ്.